പോലീസ് രാഷ്ട്രീയമല്ല. പോലീസ് നിയമം നോക്കും, നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഇപ്പം തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ സമരം നടത്തിയവർക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് 124 IPC ഇട്ടിട്ടാണ് പോലീസ് കേസെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഇതുവരെ അതിന് ചരിത്രമേ ഇല്ല. അത് പോലീസ് നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നു. അല്ലാതെ ഇപ്പോൾ SFIക്കാർക്കെതിരെ കേസിൽ എടുക്കാതിരിക്കുക, അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് വന്നാൽ ഇവിടെ ഒരു ഭാഗത്ത് മാത്രം അങ്ങനെയല്ലോ. പിന്നെ എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളുണ്ട്. അതിനെന്തെങ്കിലും കുഴപ്പം അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സാധാരണഗതിയിൽ കോടതിയുടെ മുൻപിൽ ഇതെല്ലാം അവതരിപ്പിക്കുക. ഞങ്ങളെല്ലാം കേസുകൾ പ്രതികളാകുമ്പോൾ ചിലപ്പോൾ അടികൊള്ളുമ്പോൾ കോടതിയിലാണല്ലോ പറയാം, മർദ്ദനേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിലാണ്. അതെല്ലാം കോടതി പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ കോടതി തീരുമാനം എടുക്കുക. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകുക എന്നല്ലാതെ പോലീസ് ഇപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണാൻ കഴിയില്ല. പല കേസുകളിലും ഇപ്പോൾ നേരത്തെയുള്ള ഘട്ടത്തിൽ MLA-മാരെ പോലും UDF-ൻ്റെ കാലഘട്ടത്തിൽ വെളുപ്പിന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പലരെയും, പല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ, യുവജന സംഘടനാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് കോടതി കൊണ്ടുപോയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം തന്നെ സമരം വരുമ്പോൾ അത്തരം ഘട്ടങ്ങളിൽ കേസുകൾ ഉണ്ടാകും. നിങ്ങൾ തന്നെ അന്ന് കൊടുത്ത വിഷ്വലുകൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കൗതുകരായിരിക്കും. പോലീസ് ജീപ്പ് തടഞ്ഞ് ഇതാ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു, ഇറക്കി കൊണ്ടുപോകുന്നു എന്നുള്ള നിങ്ങളുടെ റിപ്പോർട്ടുകൾ തന്നെ വളരെ കൃത്യമായി തന്നെയുള്ള ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കല്ലേ. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലെല്ലാം സ്വാഭാവികമായിട്ടും അതിനെ പരിശോധിച്ചുകൊണ്ട് പോലീസ് നിയമപ്രകാരം നീങ്ങും. അല്ലാതെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് കാണേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് അവർക്ക് വിഷയങ്ങളില്ലല്ലോ. ഈ നാടിനെ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിനകത്ത് അവർ നിലപാട് സ്വീകരിക്കുന്നില്ല. ഈ കാര്യത്തിൽ ഇപ്പോൾ പോലീസിൻ്റെ ഈ 2 അനുഭവം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവർ നിയമപ്രകാരം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നതിൻ്റെ തെളിവല്ലേ. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞപ്പോൾ പോലീസ് വധശ്രമത്തിനാണല്ലോ കേസെടുത്തതെന്ന്. അപ്പോൾ അദ്ദേഹം തന്നെ അടിവരയിട്ട് നിയമമന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടികളെ പറ്റിയാണ് നിയമമന്ത്രി പ്രതികരിച്ചത്. നിയമത്തിന്റെ വഴിക്ക് പോകുന്നു, പോലീസിന്റെ നടപടികളിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള പതിവ് ന്യായീകരണങ്ങളാണ് രാജീവ് നടത്തുന്നത്. രാജീവ് ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഗവർണറെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ SFI പ്രവർത്തകർക്കെതിരെ 124 വകുപ്പ് ചുമത്തി എന്നതാണ്. അത് പോലീസിന്റെ നിഷ്പക്ഷ നടപടി എന്ന രൂപത്തിൽ രാജീവ് അവതരിപ്പിക്കുന്നു. പക്ഷേ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ് ആ കാര്യം ഗവർണറാണ് DGPയോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി സർക്കാർ അങ്ങനെ ഒരു വകുപ്പ് ചുമത്താൻ നിർബന്ധിതമാകുകയായിരുന്നു. എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ കോടതിയിൽ ഈ വിഷയത്തിൽ വാദിച്ചപ്പോൾ 124 നിൽക്കില്ല എന്ന മട്ടിലാണ് വാദിച്ചത്. ഇതെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ളതാണ്. പക്ഷേ വക്രീകരിച്ചുള്ള പ്രതികരണമാണ് ഇതേ സംബന്ധിച്ചെല്ലാം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയെ ന്യായീകരിക്കുന്ന മട്ടിൽ രാജീവ് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്ന് പുതിയ വിവരങ്ങൾ നൽകാൻ ഇപ്പോൾ ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ എടുത്ത ഈ നടപടി, അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് പോലീസ് എടുത്ത ഈ നടപടിക്കെതിരെ വ്യാപകമായ വിമർശനം ഒരു ഭാഗത്ത് ഉയരുമ്പോൾ മറുഭാഗത്താകട്ടെ ഇക്കാര്യത്തിൽ വളരെ ന്യായീകരിച്ചുകൊണ്ട്, പോലീസിനടക്കം ന്യായീകരിച്ചുകൊണ്ട് മന്ത്രിമാരടക്കം രംഗത്തെത്തുകയാണ്. ഇന്ന് രാവിലെ മുതൽ നടന്ന നാടകീയ സംഭവങ്ങൾ, ആ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ കോടതിയിലടക്കം നടന്നത് വളരെ നാടകീയമായ സംഭവങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ഈ ജാമ്യാപേക്ഷയിന്മേൽ വാദപ്രതിവാദം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഉയർത്തിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ കലാപാഹ്വാനം ചെയ്തു, മാത്രവുമല്ല പൊതുമുതൽ നശിപ്പിച്ചു, അതിനുമപ്പുറത്തേക്ക് പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസിനെ പരിക്കേൽപ്പിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴും ഇക്കാര്യത്തിൽ പ്രതിഭാഗം വാദിച്ച, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ വാദിച്ച കാര്യം ഇങ്ങനെയായിരുന്നു. അതായത് ആരോഗ്യ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങളും കിംസ് ആശുപത്രിയിലെ ചികിത്സാ രേഖകൾ അടക്കമുള്ള കാര്യങ്ങളും അവിടെ നിരത്തി. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളിൽ കോടതിയോട് വിവേചനാധികാരം കോടതിക്കുണ്ടെങ്കിൽ കൂടി ഇക്കാര്യത്തിലെ മെറിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് പ്രോസിക്യൂഷൻ പല ആവർത്തി എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് വീണ്ടും ഒരു മെഡിക്കൽ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തുന്നത്. അങ്ങനെ മെഡിക്കൽ പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള കാര്യം അത് ഒരു റിപ്പോർട്ടായി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് കോടതിയിൽ ഹാജരാക്കുകയും പിന്നാലെയാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയമായി അത് വലിയ ചർച്ചാ വിഷയം ഇതിനോടകം തന്നെ ആയിട്ടുണ്ട്. മാത്രവുമല്ല, നാളെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്.
പറയുന്നുണ്ട്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് ഡിസംബർ 20-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചിലായിരുന്നു വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടായത്. മാത്രമല്ല, നമുക്കറിയാവുന്ന പോലെ തന്നെ KSUവിന്റെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിലടക്കം കാര്യമായിട്ടുള്ള സംഘർഷങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. അതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് വലിയ തരത്തിലുള്ള ഈ അമർഷമടക്കമുള്ള കാര്യങ്ങൾ സേനയ്ക്കകത്ത് ഉയർന്നു. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ പോലീസിനെ അതിക്രമിക്കുന്ന രീതിയോട് യോജിക്കാനാകില്ല എന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രതികരണം നടത്തുകയും ചെയ്തു. പിന്നാലെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. ആ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ആരോപണമായി മാത്രം നിൽക്കുന്നു. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ട് കൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നില്ല ആദ്യഘട്ടത്തിൽ. മറിച്ച് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് എന്നുള്ള പ്രതികരണം വന്നു. ഇന്ന് രാഹുൽ അത് മാത്രമല്ല പറഞ്ഞത് ഷഫീദ്, അമ്മയുടെ കൺമുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നതാണ് പിണറായിക്ക് താല്പര്യമെന്ന് തോന്നുന്നു എന്നുകൂടി രാഹുൽ പറയുകയുണ്ടായി. ശക്തമായ വിമർശനമാണ് രാഹുൽ ഓരോ ഘട്ടത്തിലും പിണറായിക്കെതിരെ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെയാകാം ഈ രൂപത്തിലുള്ള ഒരു പോലീസ് നടപടിക്ക് രാഹുൽ വിധേയനാകുന്നതും പൊതുസമൂഹം അത് കാണുന്ന രാജീവ് എങ്ങനെയൊക്കെ അതിനെ ന്യായീകരിച്ചാലും. ഷഫീദ്, രാജീവ് പറയുന്നുണ്ടായിരുന്നു പോലീസിന്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന്. ഇന്നിപ്പോൾ ഇതേ പകലിൽ നമ്മൾ കണ്ടതാണ് രാഹുലിനോട് എങ്ങനെയാണ് പോലീസ് പെരുമാറുന്നത്. തൊടുപുഴയിൽ LDF പ്രവർത്തകരോട്, SFI പ്രവർത്തകരോട്, DYFI പ്രവർത്തകരോട് പോലീസിന്റെ കരുതൽ, ഇത് രണ്ടും കണ്ടതല്ലേ ഈ കേരളം? വേണു, അവിടെ മാത്രമല്ല നമ്മൾ കണ്ടതാണ് SFI പ്രവർത്തകരോട് കോഴിക്കോട് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധ സമയത്തും പോലീസിന്റെ ഒരു ലാളന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ പ്രതിപക്ഷം കൃത്യമായി ഉയർത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പോലീസിന്റെ ഇരട്ട നീതി, ഇരട്ടത്താപ്പടക്കമുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു. മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിൽ ഉണ്ടായിരുന്നു. അതിനു മുൻപ് തിരുവനന്തപുരത്ത് പല ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും അറസ്റ്റ് ഉണ്ടാകാതെ ഒരു പുലർച്ചെ വീട്ടിലേക്ക് കയറി വരുന്നു, അവിടെ കാര്യങ്ങൾ ചോദിക്കുന്നു, അതിനുശേഷം അറസ്റ്റ് ചെയ്യുന്നു. ഈ രീതി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് നടപ്പാക്കിയിട്ടുള്ള ഒരു നാടകമാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപം. മാത്രമല്ല, ഈ സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ചൊക്കെ നമ്മൾ പലതരത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കും. PC വിശ്വനാഥ്, മുൻപ് ഈ ജില്ലയുടെ ചുമതലയുള്ള, അതായത് കോൺഗ്രസിന് ജില്ലയുടെ ചുമതലയുള്ള ആൾക്കാരടക്കം ഇവിടേക്ക് കടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഷഫീദ് റാവുത്തറാണ് പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. PC വിശ്വനാഥ് അടക്കമുള്ളവരോട് എത്തിയിട്ടുണ്ട്. അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നേതാക്കന്മാരെന്നാണ് കരുതേണ്ടത്. വിഷ്ണുനാഥ് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. വിഷ്ണുനാഥ് തിരികെ വന്ന് വാഹനത്തിൽ കയറുന്നതാണ് കാണുന്നത്. നേരത്തെ പാലോട് രവി പറഞ്ഞത് ജയിലിലെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ രാഹുലിനെ നേരിട്ട് കാണുമെന്ന് തന്നെയാണ്. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാമെന്നുമാണ് പറഞ്ഞത്. P രാജീവ് ന്യായീകരിക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയെ. അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, പോലീസ് കൊണ്ടുപോകുന്ന പ്രതികളെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ബലാത്കാരമായി പിടിച്ചിറക്കി കൊണ്ടുപോകുന്നുവെന്ന്. അതേ കാര്യങ്ങൾ CPMന്റെ ഏരിയ സെക്രട്ടറി ചെയ്യുകയുണ്ടായി. ആ ഏരിയ സെക്രട്ടറിയെ പോലീസ് തൊട്ടിട്ടുമില്ല. സൗകര്യപൂർവ്വം രാജീവ് ആ കാര്യം പറയാതിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട് എന്നത് നിയമമന്ത്രി മറക്കണ്ട. കാസർഗോഡ് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധം നടക്കുന്നു. പല സ്ഥലങ്ങളിലായി പ്രതിഷേധം വ്യാപിക്കുകയാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാസർഗോഡ് എന്നുള്ളതാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.